ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചില വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോഴൊക്കെ പകല് നല്ല വെയിലല്ലേ, അതുകൊണ്ട് വൈകുന്നേരം എല്ലാ ദിവസവും ഞങ്ങൾ ചെടി നനയ്ക്കാറുണ്ട് കേട്ടോ. ചെടി നനയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ദേ ഇങ്ങനെ മുറ്റവും നനയ്ക്കാറുണ്ട്. ഇങ്ങനെ മുറ്റം നനയ്ക്കുമ്പോൾ ഈ വെള്ളത്തിനെതിരെ ദേ അവൾ ഇങ്ങനെ ഓടി വരാറുണ്ട്, അവളുടെ ദേഹത്ത് വെള്ളം വീഴാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ ദിവസത്തെയും പണിയാണ് കേട്ടോ. അത് മാത്രമല്ല, ഞാനിങ്ങനെ മുറ്റം തൂക്കാൻ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ നൈനൂനെ ഇങ്ങനെ മണ്ണിൽ കളിക്കാനായിട്ട് വിടുന്നത്. അതുകൊണ്ട് ഈ സമയം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് അവൾ ഫുൾ എനർജിയിലായിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ ഈ സമയത്ത് അവൾ ഉറക്കമായിരിക്കും കേട്ടോ. ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള അവസ്ഥ ഇതാ, മണ്ണ് വാരി തലവഴിയേ ഇടുക. അപ്പോഴത്തേക്കിനും ദേ അമ്മ വിളക്കെത്തിക്കാനൊക്കെ ഉള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇലയപ്പം ഉണ്ടാക്കണമെന്ന്. അന്നേരം വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. അതിനുള്ള പണിയിലാട്ടോ ഞാൻ. അപ്പം ആദ്യം തന്നെ വാഴയില വെട്ടാന്ന് വിചാരിച്ചു. അന്നേരം ഇപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ വാഴ നിപ്പുള്ളത് കാരണം അപ്പുറത്തെ അയ്യത്തൊന്നും പോയി വാഴയില വെട്ടേണ്ട ആവശ്യമില്ല. നേരത്തെയൊക്കെ അപ്പുറത്ത് പോയായിരുന്നു കേട്ടോ വാഴയില വെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വാഴയില വെട്ടുന്നതിനകത്ത് നൈനു എന്തിനാ അമ്മേ, എന്തിനാ ഇതൊക്കെയെന്ന്, നൈനുവിന് ചോറുണ്ണാനാണോ എന്നൊക്കെ അവള് ചോദിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിന്റെ വിചാരം അതായിരിക്കുമല്ലോ, ചോറിനാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാ വാഴയിലെന്ന്. അവളങ്ങനെയാ ചോദിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ദേ റെഡിയായി വന്നത് പുറത്തേക്ക് പോകാനായിട്ട്. അവളന്നേരം അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ചാച്ചി ഞാനും വരട്ടേന്ന്. അച്ഛനോട് അവളങ്ങനെ ചോദിച്ചെങ്കിലും അച്ഛൻ പോയപ്പോൾ അവൾ വഴക്കിടുകയോ കരയോ ഒന്നും ചെയ്തില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടിതേ അകത്തേക്ക് കയറിയപ്പോണ്ട് അമ്മ അവിടെ വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ഓടിച്ചെന്ന് അച്ചാമ്മയുടെ കൂടെ വിളക്ക് എത്തിക്കാനായിട്ട് നിന്ന്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. അമ്മയുടെ കൂടെ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇവളിങ്ങനെ പോയി നിൽക്കാറുണ്ട് കേട്ടോ വിളക്ക് എത്തിക്കുന്നിടത്ത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അമ്മ ദേ ഇപ്പൊ ചന്ദനത്തിരി കത്തിക്കും. ആ ചന്ദനത്തിരി ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നതാ. എപ്പോൾ വിളക്ക് കത്തിച്ചാലും നയനും ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. കുഞ്ഞ് തൂതി അണയ്ക്കാൻ കുറെ പ്രാവശ്യം നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം അമ്മ തന്നെ ആട്ടോ അത് അണച്ചത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആട്ടോ അകത്തേക്ക് വന്നത്. അവരുടെ പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കിന് ഇതേ എന്റെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. വാഴയിലെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ ദേ വിളക്കെല്ലാം കത്തിച്ചിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചോദിക്കുക. ഞാനപ്പോൾ അമ്മയടുത്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലികൾ ചെയ്ത് തീർക്കുക. അന്നേരമാണ് ഓർത്തത് തേങ്ങ പൊതിച്ചതില്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ പിന്നെ തേങ്ങ എടുത്ത് പൊതിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ തേങ്ങയൊന്നും പൊതിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് നാളിന് മുൻപാണ് കേട്ടോ ഞാനിങ്ങനെ തേങ്ങ പൊതിക്കാനായിട്ട് പഠിച്ചത്, ഇങ്ങനെ പാരയിലൊക്കെ. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് സമയം എടുക്കും. മറ്റുള്ളവർ തേങ്ങ പൊതിക്കുന്നതിനെക്കാട്ടി ഒരുപാട് സമയം എടുത്താണ് കേട്ടോ ഞാൻ തേങ്ങ പൊതിക്കാനുള്ളത്. ഇപ്പൊ പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളു, അതുകൊണ്ടായിരിക്കാം. തേങ്ങ ആര് പൊതിച്ചാലും ഒരാളതേ അടുത്ത് കാണും കേട്ടോ തേങ്ങാ വെള്ളത്തിനായിട്ട്. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് ഞാൻ പൊട്ടിച്ചെടുത്ത് തിരുങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ തേങ്ങ തിരുമ്പുമ്പോഴത്തേക്കിന് അമ്മ ദേ അവിടെ പൊടി നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിലാട്ടോ പൊടി നനയ്ക്കുന്നത്. ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞ് അമ്മ ദേ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ മാവെല്ലാം കുഴച്ചവിടെ മാറ്റി വെച്ച് ഇനിയത്തെ പണിയെന്ന് വെച്ചാൽ ശർക്കര വൃത്തിയാക്കി എടുക്കുന്നതാ. ശർക്കര ആണെങ്കിൽ പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ചിരണ്ടി എടുക്കണം. ഇതാണെങ്കിലോ വലയുണ്ട് ശർക്കര, ചിരണ്ടി എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ശർക്കരയെല്ലാം അമ്മ ദേ ചിരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിന് പിന്നെ അതെല്ലാം ചിരണ്ടി തീർന്നപ്പോഴത്തേക്കിന് ഏലക്ക എടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് ഏലക്ക എടുത്തിട്ട് കഴിഞ്ഞ് നല്ല മണവും ഒരു പ്രത്യേക രുചിയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് ഏലക്കായി എടുത്ത് പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത്. അങ്ങനത്തെ ഇലയപ്പത്തിന് നടുക്ക് വെക്കാനുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇലയപ്പം ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ കൂട്ടെല്ലാം വെക്കുക എന്നുള്ളതാണ്. അമ്മ ദേ അങ്ങനെ മാവൊക്കെ എടുത്ത് ഇലയിലേക്ക് പരത്താൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് പരത്തി തീർക്കും കേട്ടോ. അങ്ങനെ ദേ അതിൻ്റെ ഇടയ്ക്ക് നൈനും ആണെങ്കിൽ ദേ തേങ്ങ വാരി തിന്നുന്നുണ്ട്. തേങ്ങ വാരി കഴിച്ചിട്ട് അവൾ ചുമക്കുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ അത് പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചത് വേവിക്കാനുള്ള പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കാന്ന്. അങ്ങനെ പാത്രമൊക്കെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അപ്പോഴത്തേക്കിന് അമ്മ ദേ അതെല്ലാം റെഡിയാക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളെല്ലാം തീർന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴുണ്ട് ചേച്ചിയുടെ മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആൽബം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് എടുത്ത്. അങ്ങനെ അതേ എടുത്ത് ആദ്യം തന്നെ ഞാൻ അമ്മയ്ക്കാണ് കേട്ടോ കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഞാനൂനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയോണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇലയപ്പമൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.